ഒരു 3 മണിക്കൂറിനകത്ത് തന്നെ മറവിളിയൊക്കെ വീണു കേട്ടോ. ഓക്കെ, നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ എക്സാപ്പാർ ഒരു ബോട്ടിലും പിന്നെ അത്യാവശ്യം നല്ലോണം ചൂടുവെള്ളവും കുടിക്കാൻ പാകത്തിനുള്ള ചൂട്ടിൽ മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ നാടൻ ഇതുപോലെ വെണ്ടയ്ക്കയോ മുള്ളങ്കിയോ മറ്റോ ഒരു 2-3 കിലോ കൊടുക്കാറുണ്ട്. നാടൻ പശുക്കൾക്കാണ് കൊടുക്കുക. ഇപ്പോൾ ഇതിന് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് എക്സാപ്പാറും ഇതും ചൂടുവെള്ളം കൊടുത്തപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ 3 മണിക്കൂറിനകത്ത് തന്നെ മറുപിള്ള വീണിട്ടുണ്ട്. ഇപ്പോൾ പാല് ചേർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കറന്നെടുക്കണം, കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ കറന്നെടുത്ത് കഴിഞ്ഞാൽ കുട്ടിയെ മാറ്റിയിട്ട് നമ്മൾ ബോട്ടിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ അകത്തുനിന്ന് കുടിക്കാൻ വേണ്ടി കുട്ടിയെ വിടാറില്ല. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് അകത്തുനിന്ന് വിടുന്ന സമയത്ത് കുട്ടികൾ ഈ കിടക്കുന്ന ഇതിലുണ്ടാകുന്ന ചാണകവും മറ്റുമൊക്കെ ഈ വൃത്തികേട് കംപ്ലീറ്റ് അതിൻ്റെ വയറ്റിൽ ചെന്നിട്ട് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ കുപ്പിപ്പാലായിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പം അങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആവിധ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം കുട്ടികൾ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ അറൗണ്ട് കാലത്ത് 10 വൈകിട്ട് 9 ലിറ്റർ നമുക്ക് കിട്ടിയതാണ്. ഒരു 19 ലിറ്റർ ഡെയിലി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അവിടെ രാവിലെ 4:30 മണിക്ക് കറവ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ വൈകിട്ട് 4:30 മണിക്കാണ് കറവ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് 12 മണിക്കൂർ ഇടവേള നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. സാധാരണ ഞാൻ മറ്റുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ രാവിലെ 10 ലിറ്റർ, വൈകുന്നേരം 3 ലിറ്റർ, അല്ലെങ്കിൽ 5 ലിറ്റർ, അല്ലെങ്കിൽ രാവിലെ 12 ലിറ്റർ, 7 ലിറ്റർ അങ്ങനെയൊക്കെയാണ് എല്ലാവരും കണക്ക് പറയുന്നത് കാണുന്നത്. അപ്പോൾ അവരുടെ കറവ സമയം എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മളുടെ കറവ സമയം ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് വിശേഷം അറിയിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ